അരങ്ങേറുന്ന സംഘർഷമാകട്ടെ തെല്ലും ചബഹാർ തുറമുഖത്തെ ബാധിക്കില്ല. ഇന്ത്യക്ക് സുഗമമായി തന്നെ വ്യാപാരം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. കാരണം ഇറാനെ പിന്തുണച്ച ഇന്ത്യയോട് ഇപ്പോൾ നന്ദിയുള്ളവരായി തന്നെ ഖൊമേനി അടക്കം ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് വിപരീതമായി തന്നെ ഇറാൻ ഒന്നും തന്നെ ചെയ്യില്ല എന്നതും വ്യക്തമാക്കിയിരിക്കുന്നു. സുഗമമായ വ്യാപാരം തന്നെ തുറമുഖത്തു നിന്നും ഉറപ്പാക്കാൻ സാധിക്കും. ചബഹാറിൽ നിന്ന് പുറത്തു പോകുന്നത് അതാകട്ടെ ഇന്ത്യക്ക് വ്യാപാര രംഗത്ത് മാത്രമായിരിക്കില്ല, നയതന്ത്ര രംഗത്ത് പോലും കനത്ത ആഘാതം ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ വളരെ ശക്തമായി തന്നെ ഉയരുന്നതിനിടയിലാണ് ഇക്കാര്യങ്ങൾ പുറത്തുവരുന്നത്. ചബഹാറിൽ അവിടെ നിന്നുകൊണ്ട് ഏറെ ദൂരെ അല്ലാതെയാണ് പാകിസ്ഥാനിൽ ചൈന വൻ നിക്ഷേപത്തോടു കൂടി തന്നെ സജ്ജമാക്കുന്ന ഗദ്വാർ തുറമുഖമുള്ളത്. ഇന്ത്യ ചബഹാറിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ പിൻവലിഞ്ഞാൽ അതിന്റെ പ്രയോജനം കിട്ടുക ഈ പാക് ചൈന കൂട്ടുകെട്ടിനായിരിക്കുമെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാനുമായുള്ള അകൽച്ച മൂലം നിലവിൽ ചബഹാർ വഴിയാണ് ഇന്ത്യ വ്യാപാരത്തിനായി തന്നെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മധ്യേഷ്യൻ രാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കടക്കുന്നത്. അതേപോലെ തന്നെ ഈ തുറമുഖം ബന്ധിച്ചുകൊണ്ട് റഷ്യയിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും റെയിൽ ചരക്കു നീക്ക പാത ഉണ്ടാക്കാനും ഇന്ത്യക്ക് പ്രയോജനം കൂടുതലായിരിക്കുമെന്നും വിലയിരുത്തുന്നു. എന്നാൽ ഈ തുറമുഖത്തെ കൈവിട്ടാൽ ഈ അനുകൂലങ്ങൾ അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇന്ത്യക്ക് നഷ്ടമാകുകയും ഇത് കിട്ടുകയും ചെയ്യില്ല. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ 2016 ഇറാനിലെ അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനി, അഫ്ഗാനിസ്ഥാനിലെ അന്നത്തെ പ്രസിഡന്റായ അർഷഫ് ഖാനി എന്നിവരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയ വേളയിലാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു 3 രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇറാനിലെ ചബഹാർ തുറമുഖം അത് ഉപയോഗിക്കാനുള്ള കരാറുകൾ ഒപ്പുവെക്കുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിൽ ഏകദേശം 3000 കൊല്ലത്തെ ബന്ധമുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ ഉപരോധം ഇതുവരെ ഇന്ത്യയെ ഇന്നും ബാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ നിക്ഷേപത്തോടെയാണ് ഇറാനിൽ പ്രവർത്തിക്കുന്ന ചബഹാർ തുറമുഖം അത് പ്രതിസന്ധികളില്ലാതെ തന്നെ വളരെ സ്മൂത്തായി തന്നെ പ്രവർത്തനം തുടരുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇറാനുമേൽ പ്രഖ്യാപിച്ച ഉപരോധം US ചബഹാറിനും പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ അതിനും ബാധകമായിരുന്നു. എന്നാൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നുകൊണ്ട് 2026 ഏപ്രിൽ 26 വരെ ചബഹാറിന് ട്രംപ് ഭരണകൂടം അവിടെ നിബന്ധനകളോടെ തന്നെ ഉപരോധ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ഉപരോധത്തിലൂടെ തന്നെ ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% അധിക തീരുവ ഭീഷണി ഉയർത്തുകയും ഇന്ത്യയെ അതേപോലെ തന്നെ അവിടെ സമ്മർദ്ദത്തിലാക്കുന്നത് വഴി അവിടെ പുറത്താക്കാൻ US ശ്രമിക്കുന്നതായുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2016 ഇറാനിലെ അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹാനിയുമായി ചേർന്നുകൊണ്ട് അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു പദ്ധതിയിലേക്ക് എത്തുന്നത്. ഇതിനെല്ലാം നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്കായിരുന്നു ഈ തുറമുഖം ഉപയോഗിക്കാനായി തന്നെ കരാറിൽ ഒപ്പുവയ്ക്കുന്നതും. അതേപോലെ തന്നെ തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പ് നൽകിയിരുന്നു. തുറമുഖത്തിന് ഉപരോധം വന്നാൽ ഇന്ത്യയുടെ നിക്ഷേപം അവിടെ തുലാസിലാകും. അതേപോലെ 2024-25 100 കോടി രൂപ ഈ വായ്പ അനുവദിച്ചതായി തന്നെ രേഖകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.